ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മലപ്പുറം വളാഞ്ചേരി സ്വദേശി ഹംസ, അദ്ദേഹം ഖത്തറിൽ നിന്നും അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഖത്തറിൽ നിന്നും റിപ്പയറിന് വേണ്ടിയിട്ട് 2 ടോയ്സ് നമുക്ക് അയച്ച് തന്നിരിക്കുകയാണ്. ഏകദേശം 45 ദിവസത്തോളമായി അദ്ദേഹം ഇത് പാക്ക് ചെയ്ത് നമ്മുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്തിട്ട്. ഖത്തറിൽ നിന്നും ഷിപ്പിലാണ് ഇത് കോഴിക്കോട് എത്തിയത്. കോഴിക്കോട് നിന്നും കൊറിയർ സർവീസിലാണ് നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് ഇത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ വെയിറ്റൊക്കെ നോക്കി നമുക്ക് ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത ഒരു ജീപ്പും ഒരു ബൈക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടും അഴിച്ചെടുക്കാം. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം അയച്ചു തന്നിരിക്കുന്നത്. ഈ ജീപ്പ് അഴിച്ചെടുത്തപ്പോഴത്തേക്കും സത്യത്തിൽ സന്തോഷമാണോ അതോ സങ്കടമാണോ തോന്നിയതെന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലെ കമ്പിളിയിലൊക്കെ പൊതിഞ്ഞായിരുന്നു അദ്ദേഹം അയച്ചിരുന്നത്. ഈ കമ്പിളിക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. സത്യത്തിൽ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുടെ അധ്വാനത്തിൻ്റെ, വിയർപ്പിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. എന്തായാലും 2 വണ്ടികളും നല്ല അടിപൊളിയായിട്ട് നമ്മൾ പണിതെടുക്കുന്നുണ്ട്. പുതിയ കീ സ്റ്റാർട്ട് ബട്ടൺ ആഡ് ചെയ്തു. ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററി വെക്കണം. മൊത്തം റീവയറിംഗ് ഒക്കെ ചെയ്തെടുക്കണം. ബാക്കിലെ ഈ 2 ഇൻഡിക്കേറ്ററുകൾ മിസ്സിംഗ് ആണ്. അത് നമ്മളത് ഇതുപോലെ വലിയ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ പഴയതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് സ്ക്രൂ ചെയ്ത് വെക്കാവുന്ന രീതിയിൽ. ഇതുപോലത്തെ 12 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. 2 സൈഡിലും ഇതുപോലെ സോൾഡറിങ് എല്ലാം ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്ത മുഴുവൻ വർക്കുകളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നതുകൊണ്ട്. എന്തായാലും 2 വണ്ടികളുടെയും പണി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാണ് കേട്ടോ. വലിയ ഗിയർ ബോക്സ് ഒക്കെയാണ്. പുതിയ ബാറ്ററി വെച്ചു. ലൈറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ബോർഡ് സർവീസ് ചെയ്തെടുത്തു. സ്വിംഗ് മോഡിന് സ്വിച്ച് ആഡ് ചെയ്തു. ചാർജിങ് സോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. കാരണം ആ ഒരു മ്യൂസിക് ബോർഡിൽ നിന്ന് തന്നെ വരുമ്പോഴത്തേക്ക് അതിന് കംപ്ലൈൻറ്റ് കാണുന്നുണ്ടായിരുന്നു. ഇൻഡിക്കേറ്ററൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തെടുത്തു. വണ്ടിയുടെ ബോഡിക്കൊന്നും ഒരു ഡാമേജും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വർക്ക് ഫിനിഷ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ പക്ക റണ്ണിങ് കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചാർജറൊക്കെ മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയ ചാർജറൊക്കെ കൊടുക്കുന്നുണ്ട്. ബൈക്കിന് പുതിയ 2 ബാറ്ററിയൊക്കെ വെച്ചിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് പുതിയതായിട്ട് സെറ്റ് ചെയ്തു. ലൈറ്റിന് ഒരു എക്സ്ട്രാ സ്വിച്ച് സെറ്റ് ചെയ്തു. കീ സ്റ്റാർട്ട് ബട്ടൺ ആഡ് ചെയ്തു. ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തെടുത്ത് പക്ക റണ്ണിങ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. മനസ്സ് നിറയെ പിള്ളേരോടുള്ള സ്നേഹവുമായിട്ട് അടുത്ത മാസമാണ് ഹംസ നാട്ടിലേക്ക് ലീവിന് പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ റിപ്പയർ ചെയ്ത വണ്ടികൾ കൂടി അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.